നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബില്ലുകൾ ഗവർണർ 6 മാസത്തോളം തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലെ സുപ്രധാന കണ്ണിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ല എങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്ന വാദവുമായി കേന്ദ്രം. ലൈംഗികാരോപണങ്ങളിൽ രാഹുലിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ സൈബർ വിദഗ്ധരും. ആദ്യഘട്ടത്തിൽ റിനി അവന്തിക, ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴിയെടുക്കും. രാഹുലിനെതിരെ കള്ളക്കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. രാഹുലിന്റെ സസ്പെൻഷനിൽ ഇതുവരെ കത്ത് കിട്ടിയിട്ടില്ല എന്നും അവധ്യാപേക്ഷ നൽകിയിട്ടില്ല എന്നും സ്പീക്കർ AN ഷംസീർ. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ വധശ്രമത്തിന് കേസെടുത്ത മ്യൂസിയം പോലീസ്. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ 28 പേർക്കെതിരെ ഗുരുതര വകുപ്പുകൾ. 3 പേർ റിമാൻഡിൽ. ഷാഫിയെ തടഞ്ഞ 11 DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്നും സ്റ്റാലിനെ ക്ഷണിച്ചത് എന്തിനെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാറൽ മാക്സും ദാസ് ക്യാപിറ്റലും പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്വാനാകാൻ താൽപര്യമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ. അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപട മുഖം അനാവരണം ചെയ്യുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തവണയും അധികാരത്തിലെത്താനുള്ള ദുഷ്ടലാക്കെന്നും ആക്ഷേപം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ പിഴവ് സമ്മതിച്ച് ഡോക്ടറുടെ ശബ്ദരേഖ പുറത്ത്. ആശുപത്രി അധികൃതരിൽ നിന്ന് DMO റിപ്പോർട്ട് തേടി. കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന് സുമയ്യയുടെ കുടുംബം. വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്നും സ്റ്റാലിനെ ക്ഷണിച്ചത് എന്തിനെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കാറൽ മാക്സും ദാസ് ക്യാപിറ്റലും പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്വാനാകാൻ താൽപര്യമില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും CPMന്റെ രാഷ്ട്രീയമാണെന്നും അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിൻ വരാൻ പാടില്ല എന്നത് BJPയുടെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും വായിച്ച് പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്വാനാവാൻ എനിക്കൊരു ആഗ്രഹമില്ല. പമ്പയിൽ നടക്കാനിരിക്കുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപട മുഖം അനാവരണം ചെയ്യുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തവണയും അധികാരത്തിലെത്താനുള്ള ദുഷ്ടലാക്കാണെന്നും കുമ്മനം ആരോപിച്ചു. ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. വളരെ വ്യക്തമാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനമാണ്. അത് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരു മതേതര സർക്കാരിന് അത് നടത്താനുള്ള അധികാരമില്ല. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണ കാര്യത്തിൽ ഒരു മതേതര സർക്കാരിന്റെ ഇടപെടലാണ്. അത് ശരിയല്ല. അത് ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലംഘനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. DYSP ബിനുകുമാർ നയിക്കുന്ന അന്വേഷണ സംഘത്തിൽ 2 സൈബർ വിദഗ്ധരും ഉൾപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ആരോപണം ഉന്നയിച്ച റിനി, അവന്തിക, ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴിയെടുക്കും. ഇവർ പരാതി നൽകാൻ തയ്യാറായാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നീക്കം. അതിനുശേഷമാകും രാഹുലിന്റെ മൊഴിയെടുക്കുക. പുറത്തുവന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 6 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസ് കള്ളക്കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇതുവരെ ഇരകളാരും പരാതി നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെ സർക്കാരിന് കള്ളക്കേസ് എടുക്കാനാകുമെന്നും MP ചോദിച്ചു. രാഹുലിന് കോടതിയിൽ നിന്ന് നീതി തേടാമെന്നും അദ്ദേഹം പറഞ്ഞു.
നിയമപരമായി നേരിടേണ്ട വിഷയമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ പരാതിയില്ലാതെ കേസെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമപരമായി അതിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് നിയമപരമായി ആ കേസിനെ നേരിടും എന്നാണ് ഞാൻ കരുതുന്നത്. കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് അങ്ങനെ ഒരു കേസെടുത്തതിൽ എന്താണ് നിയമപരമായിട്ടുള്ള അതിൻ്റെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് അത് പറയേണ്ടതും അത് തീരുമാനിക്കേണ്ടതും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ല എന്ന് സ്പീക്കർ എൻ ഷംസീർ. സസ്പെൻഷൻ വിഷയത്തിൽ ഇതുവരെ കത്തൊന്നും കിട്ടിയിട്ടില്ല. കത്ത് കിട്ടിയാൽ വേണ്ടതുപോലെ ചെയ്യും. ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ ഷാഫി പറമ്പിൽ പ്രതികരിച്ച സംഭവത്തിൽ ജനപ്രതിനിധികൾ പക്വത കാണിക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ അവരുടെ ഒബീഡിയൻ്റായി വർക്ക് ചെയ്യേണ്ട ആളുകളാണ്. അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അപ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വളരെ ഒബീഡിയൻ്റായി ജനസേവനം നടത്തേണ്ടവരാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിച്ചു. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനാണ്. അപ്പോൾ ജനങ്ങളെ സേവിക്കേണ്ട നമ്മൾ കാണിക്കേണ്ട ഒരു പക്വതയും പാകതയും നമ്മൾ കാണിക്കണം. ആ രീതിയിൽ ഒബീഡിയൻ്റായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിൽ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. 8 നേതാക്കൾ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 28 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പോലീസിന് നേരെ തീപ്പന്തമെറിയുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഷാഫി പറമ്പലിനെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞതും അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ പ്രതിഷേധമായിരുന്നു. ക്ലിഫ് ഹൗസിലേക്ക് പന്തം കൊളുത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധിച്ചത്. മാർച്ച് അക്രമാസക്തമായി പോലീസിനെതിരെ തീപ്പന്തമെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. 28 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 8 പേർ നേതാക്കളും മറ്റ് കണ്ടാലറിയാവുന്ന 20 പേർക്കുമെതിരെയാണ് കേസ്. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ പോലീസ് ലാത്തി ചാർജും നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INTUC മാർച്ച് നടത്തി. മുകേഷിന്റെ എറണാകുളം മരടിലെ വസതിയിലേക്ക് നടത്തിയ പ്രകടനം പോലീസ് തടഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിൽ ഏകോപനമില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കോഴിക്കോട് കളക്ടർ അപകടസ്ഥലം സന്ദർശിച്ചില്ല എന്നും ആരോപണമുണ്ട്. ചുരം മേഖലയിൽ നിന്ന് രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 3 ദിവസമായി ഗതാഗത തടസ്സം നേരിടുന്ന താമരശ്ശേരി ചുരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ ചുരം വ്യൂ പോയിന്റിന് സമീപത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 2 ദിവസത്തെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ ഈ അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഏതായാലും മാറ്റി ഗതാഗതം ഭാഗികമായി കഴിഞ്ഞ ദിവസം രാത്രി തുറന്നു കൊടുക്കാൻ അധികൃതർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ശക്തമായ മഴയിൽ വീണ്ടും താഴേക്ക് പാറക്കഷ്ണങ്ങൾ പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി തന്നെ വീണ്ടും ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു ഏകോപന കുറവുണ്ടാകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ദിവസമായി ഇത്തരത്തിൽ ഈ ചുരത്തിൽ അടിക്കടെ ഗതാഗത തടസ്സമുണ്ടാകുന്നു. ചുരം റോഡിലൂടെ ഒരു തരത്തിലും യാത്ര നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിലൊരു ഏകോപന കുറവുണ്ടാകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു, പരാതികൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ 2-3 ദിവസമായി നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ അവരുടെ ഒരു ഉദ്യോഗസ്ഥന്മാരെയോ പ്രധാനപ്പെട്ട ആളുകളെ, കളക്ടറുള്ള ആളുകളെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഇങ്ങനെ നിർത്തിയിടുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വയനാട് ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരുപാട് ആളുകളാണ് ഇതിൻ്റെ മുകളിൽ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഈ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള ആ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ കൃത്യമായ ഇടപെടൽ 2 ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയാണ് വയനാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഗവർണർ ബില്ലുകൾ 6 മാസത്തോളം തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്ന് സുപ്രീംകോടതി. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയെന്ന് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. അതേസമയം ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ല എങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ല എന്ന വാദവുമായി കേന്ദ്രം രംഗത്ത് വന്നു. റഫറൻസ് കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ പരിഗണിക്കുമ്പോൾ രാഷ്ട്രപതിക്കും സംസ്ഥാന ഗവർണർമാർക്കും വേണ്ടിയുള്ള സമയക്രമങ്ങളും നടപടിക്രമങ്ങളും സംബന്ധിച്ച രാഷ്ട്രപതിയുടെ റഫറൻസ് കേസ് സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അതുൽ S ചന്ദൂർക്കർ എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143(1) പ്രകാരം രാഷ്ട്രപതി നടത്തിയ പരാമർശം തീരുമാനിക്കുന്നതിനാണ് ബെഞ്ച് രൂപീകരിച്ചത്. ഇത് നിയമപരമായ ചോദ്യങ്ങളിലോ പൊതുപ്രാധാന്യമുള്ള കാര്യങ്ങളിലോ രാഷ്ട്രപതിക്ക് കോടതിയുടെ അഭിപ്രായം തേടാൻ അനുവദിക്കുന്നു. ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ ഏപ്രിൽ 8 വിധിയെ രാഷ്ട്രപതിയുടെ റഫറൻസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 200, അതായത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച ഗവർണറുടെ അധികാരങ്ങൾ പ്രകാരം ഗവർണറുടെ നിഷ്ക്രിയത്വം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണെന്നും വിധിച്ചു. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ആർട്ടിക്കിൾ 200 പ്രകാരം സമയപരിധി ഇല്ലാത്തതിനെ അനിശ്ചിതകാല കാലതാമസം അനുവദിക്കുന്നതായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഗവർണർ ന്യായമായ സമയത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നും ഭരണഘടനാപരമായ മൗനം ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കരുതെന്നും കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ ഉറയിലെ 2 വാളുകളാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വന്ന ഗുരുതര വീഴ്ച സംബന്ധിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം പുറത്ത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. രോഗിയുടെ ബന്ധുവിനോടാണ് ഡോക്ടറുടെ തുറന്നു പറച്ചിൽ. മലയൻകീഴ് സ്വദേശിനിയായ സുമയ്യയുടെ നെഞ്ചിലാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ട്യൂബ് കുടുങ്ങിയത്. ഒരു എക്സ്റേ ഇപ്പൊ എടുത്തപ്പോ ഒരു ഗൈഡ് വയർ പോലെ സാധനം അകത്ത് കിടപ്പുണ്ട്. ഗൈഡ് വയർ എന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടുന്നത്. അത് എവിടുന്ന ഇട്ടെന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു വെയിൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടതായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട്. സുമയായിട്ട് വേറെ എങ്ങും ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. കഴുത്തിലിട്ടിട്ടില്ല, പിന്നെ കയ്യിൽ ഇടാറുണ്ട്. ആർട്ടിസിന് സ്ഥിരം ഇടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതെല്ലാം നോക്കിയപ്പോഴും ആദ്യം കാണുന്നത് ഇത് മാത്രമാണ്. അപ്പം ഇവിടുന്നാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഇട്ടതായിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. മനസ്സിലായി. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം അത് വലിയൊരു സമ്മതിക്കുന്നത്. ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്നുകിൽ ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പന്തീരങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9 ആയി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ പന്തീരാങ്കാവ് സ്വദേശിയായ 43-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്രവ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9 ആയി. കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ 6 പേരും വയനാട് സ്വദേശികളായ 2 പേരുമാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഓമശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുട്ടി വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതോടൊപ്പം താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച അനയ്യയുടെ മറ്റൊരു സഹോദരനായ 12 വയസ്സുകാരൻ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുകയാണ്. സംസ്ഥാനത്ത് അമീബിക് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കാസർഗോഡ് അമ്പലത്തറയിൽ നാടിനെ നടുക്കി കൂട്ട ആത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേരെ ആസിഡ് കഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. സ്റ്റേഷനറി കട നടത്തുന്ന ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. അമ്പലത്തറ പറക്കളായിലാണ് നാടിനെ നടുക്കിയ സംഭവം. ഒണ്ടാമ്പുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ
അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. സ്റ്റേഷനറി കട നടത്തുകയായിരുന്ന ഗോപി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ ആസിഡ് കഴിച്ച ഉടൻ ഇവർ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. പിന്നീട് അവശനിലയിൽ കണ്ടെത്തിയ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഇന്ദിരയും മകൻ രഞ്ജേഷും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവെയാണ് മരണപ്പെട്ടത്. രഞ്ജേഷ് വിദേശത്ത് നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലത്തറ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ തയ്യാറെടുപ്പിലാണ് ക്ലബ്ബുകൾ. ക്യാമ്പുകളിലെ അച്ചടക്കവും പ്രത്യേകമായ ഭക്ഷണക്രമവും ചിട്ടയായ പരിശീലനവുമാണ് അവസാന ദിവസങ്ങളിലും ക്ലബ്ബുകളിൽ തുടരുന്നത്. പരിശീലനത്തിനായി പ്രമുഖ ക്ലബ്ബുകളെല്ലാം ക്യാമ്പുകൾ ഒരു മാസം മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. ആളും അർത്ഥവും ശേഖരിച്ച് ആയുധങ്ങൾ മൂർച്ചകൂട്ടി പോരിനിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇനി ആവനാഴിയിലെ അവസാന അടവുകൾ ഒന്ന് പൊടിതിട്ടെടുക്കുകയേ വേണ്ടൂ. രണ്ടാം ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാകട്ടെ ഒരു മാസമായി തുടരുന്ന ചിട്ടയായ പരിശീലനത്തിലൂടെ കാരിരുമ്പിൽ തീർത്ത കരുത്തുകളെയാണ് ചുട്ടുപഴുത്ത ആലയിൽ കാച്ചിയെടുത്തത്. ഈ വർഷം ഞങ്ങൾക്കൊരു നിർണായക വർഷമാണ്. കാരണം ആറാമത്തെ വർഷമാണ്. 5 കൊല്ലം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതാണ്. 6 ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. അതിന് ഞങ്ങൾ ഇപ്പം 2 മാസത്തോളം ആകുമെന്ന് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് തീർച്ചയായിട്ടും പിള്ളേർ ഞങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ലെവലായി പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ടുമില്ല, ഞങ്ങൾ നെഹ്റു ട്രോഫി അടിച്ചിരിക്കും. രാവിലെ പതിവ് പോലെ തുടരുന്ന കൃത്യമായ വ്യായാമങ്ങൾ, തുടർന്ന് കായലിൽ ഓളങ്ങളെ കീറി മുറിച്ച് തുടങ്ങുന്ന പതിവ് പരിശീലനങ്ങൾ, മുഖ്യ പരിശീലകന്റെയും ലീഡിംഗ് ക്യാപ്റ്റന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പലവിധ പരിശീലന രീതികൾ, ഒടുവിൽ ക്യാമ്പിലേക്ക് മടക്കം, വീണ്ടും വ്യായാമം, ശേഷം വിവിധ പ്രോട്ടീനുകൾ അടങ്ങിയ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം വൈകുന്നേരത്തോടെ വീണ്ടും വള്ളത്തിലേക്ക്. പോയ വർഷത്തിൽ നിന്ന് മാറ്റങ്ങൾ പലതു പരീക്ഷിക്കും. പഴയ തന്ത്രങ്ങൾ മൂർച്ചകൂട്ടി വീണ്ടും അവലംബിക്കും. വിജയം കണ്ടവ ഫലപ്രദമായി അവതരിപ്പിക്കാൻ താരങ്ങളെ പ്രാപ്തരാക്കും. അങ്ങനെ തുടർന്ന പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ക്യാമ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഇനി അറിയേണ്ടതൊന്നു മാത്രം: പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ ചിറകിലേറിയെത്തുന്നവരിൽ ആരാകും ആ വേഗരാജാവ്? ആലപ്പുഴയിൽ നിന്ന് ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. അതിർത്തി കടന്ന് 3 ഭീകരർ എത്തിയെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പാകിസ്ഥാനിൽ നിന്ന് നേപ്പാൾ വഴിയാണ് 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ബീഹാറിലെത്തിയത്. ഇവരുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഈ മാസം ആദ്യം നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെത്തിയ ഭീകരർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബീഹാറിൽ പ്രവേശിച്ചുവെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ള ബീഹാറിൽ പുതിയ സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി കടന്ന ഭീകരരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. നിലവിലെ സാഹചര്യത്തിൽ ഒരു യുദ്ധം എപ്പോൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കാനാകില്ല എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തെ നേരിടാനും സജ്ജമായിരിക്കണമെന്ന് സൈനികരോട് അദ്ദേഹം പറഞ്ഞു. സൈനിക ശേഷി പൂർണ്ണമായും ഉപയോഗിക്കുന്ന തരത്തിൽ നാം സജ്ജമായിരിക്കണം. ചിലപ്പോൾ യുദ്ധം 2 മാസമോ ചിലപ്പോൾ 5 വർഷം വരെയോ നീണ്ടു നിൽക്കും. എന്തുതന്നെയായാലും അതിന് പൂർണ്ണമായും തയ്യാറായിരിക്കണമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. സൈനിക ശേഷി മാത്രമല്ല യുദ്ധങ്ങളുടെ വിജയം തീരുമാനിക്കുന്നത്. സാങ്കേതികവിദ്യയും സൈബർ മേഖലയിലെ ഇടപെടലുമൊക്കെ യുദ്ധത്തിൽ നിർണായകമാകും. അതുകൊണ്ട് തന്നെ സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി യുദ്ധമുഖത്തും സൈന്യത്തിനിടയിലും ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. ആർമി വാർ കോളേജിൽ സംയുക്ത സേനാ മേധാവിയും മറ്റ് സേനാ വിഭാഗം തലവന്മാരും പങ്കെടുത്ത പരിപാടിക്കിടെയായിരുന്നു രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിയ അധിക തീരുവ പ്രതിസന്ധി മറികടക്കാൻ വഴികൾ തേടി ഇന്ത്യ. മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കൂട്ടാനാണ് നീക്കം. ഇന്ത്യയുടെ GDP വളർച്ചയെ ബാധിക്കാനിടയുള്ള ട്രംപിന്റെ അധിക തീരുവ നിലവിൽ വരുന്ന ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ടെക്സ്റ്റൈൽസ് അടക്കമുള്ള മേഖലകളെ പ്രഖ്യാപനം ബാധിച്ചു കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്താനാണ് സർക്കാർ നീക്കം. ഇന്ന് തുടങ്ങുന്ന പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തിനിടയിലും കയറ്റുമതി ചർച്ചയാകും. പ്രധാനമന്ത്രി നാളെ ചൈനയിലെത്തും.
ഭൂപതിവ് ചട്ട ഭേദഗതിയിലൂടെ സർക്കാർ അഴിമതിക്ക് കളമൊരുക്കുന്നു എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. ഭാവിയിൽ ഇടുക്കി ജില്ലയിൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ പ്രത്യേക അനുമതി തേടേണ്ടി വരുന്നത് CPM-ഉം CPI-യും അടക്കമുള്ള ഇടത് പാർട്ടികൾക്കും നേതാക്കൾക്കും വലിയ അഴിമതി നടത്തുന്നതിന് അവസരം നൽകുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മലപ്പുറത്ത് കോളേജ് വിദ്യാർത്ഥികളുടെ അതിരുവിട്ട ഓണാഘോഷത്തിൽ ഇടപെട്ട പോലീസ്. പൊന്നാനി, വെളിയങ്കോട് വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിന് കൊണ്ടുവന്ന വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രൂപമാറ്റം വരുത്തിയ 6 കാറുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പെരുമ്പടപ്പ് പോലീസാണ് വാഹനങ്ങൾ പിടികൂടിയത്. അപകടമുണ്ടാക്കുന്ന വിധം വിദ്യാർത്ഥികൾ വാഹനം ഓടിച്ചു എന്ന് പോലീസ് പറഞ്ഞു. പിഴ ചുമത്തുകയും വാഹനം ഓടിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് ക്ഷേത്രത്തിന്റെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ഭൂമിവാതുക്കലിലെ അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പേരുടെ ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. ഇവർ ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു. ഓഫീസിന്റെ ജനൽവാതിൽ തകർത്ത നിലയിലാണുള്ളത്. വളയം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി. കോഴിക്കോട് വെസ്റ്റൽ സ്വദേശി വിജിൽ നരഹത്യാ കേസിൽ ശരീരാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം 2ാം ദിവസവും പുരോഗമിക്കുന്നു. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിലാണ് പരിശോധന. പ്രതികൂല കാലാവസ്ഥ ഇന്നും തെരച്ചിലിന് വെല്ലുവിളിയാണ്. വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയെന്ന് പറയുന്ന സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിൽ 2 ദിവസമായി വിജിലിന്റെ ശരീരാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. 2 കെടാവർ നായകളും മണ്ണുമാന്തി യന്ത്രവും ഉപയോഗിച്ചാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. മഴയെ തുടർന്ന് പ്രദേശത്ത് ചെളിവെള്ളം നിറഞ്ഞതിനാൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിച്ച് ചെളി മുഴുവനായും മാറ്റാനാണ് പോലീസിന്റെ ശ്രമം. കേസിൽ 3 പേരാണ് പ്രതികൾ. 2ാം പ്രതി രഞ്ജിത്ത് ഒളിവിലാണ്. രഞ്ജിത്തിനെ കണ്ടെത്താൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ചൊവ്വാഴ്ച കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ തെളിവെടുപ്പിൽ പ്രതികൾ ഉപയോഗിച്ച വിജിലിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. 2019 മാർച്ചിലാണ് ലഹരി ഉപയോഗിക്കുന്നതിനിടെ വിജിൽ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിലാണ് കേസിൽ 1ാം പ്രതി. കേസിലെ 3ാം പ്രതിയായ വേങ്ങേരി സ്വദേശി ദീപേഷും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, എന്തൊക്കെയാണ് പുതിയ മഴ മുന്നറിയിപ്പ്? ഹലോ അൻഫിലിറ്റ്, കേൾക്കാമോ? ശ്രീജ, സംസ്ഥാനത്ത് 6 ജില്ല, അതായത് മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. അതായത് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി. കാരണം ഇത് പൊടുന്നനെ വന്ന ഒരു മാറ്റമാണ്, വളരെ വേഗത്തിൽ വന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ്. അതും ഓറഞ്ച് അലർട്ടാണ്. നമുക്കറിയാം, ഈ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും അത് റെഡ് അലർട്ട്, അതായത് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിലേക്കുള്ള സാധ്യത കൂടി കണക്കാക്കുന്നുണ്ട്. 6 ജില്ലകൾ കൂടിയാണ്. മധ്യ വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ മഴ കനക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടങ്ങൾക്ക്, ജില്ലാ കളക്ടർമാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഇവിടെ മലയോര മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, പ്രത്യേകിച്ച് അണക്കെട്ടുകളുടെ അടുത്ത് താമസിക്കുന്നവർ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഈ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ശരി അൻഫിൽട്ട്, സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇനി കായിക വാർത്തകളിലേക്ക്. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 2:30 മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 ഏരീസ് കൊല്ലം ആലപ്പി റിപ്പിൾസുമായി ഏറ്റുമുട്ടും. സൂറിഷ് ഡയമണ്ട് ലീഗിൽ മെഡൽ പ്രതീക്ഷയിൽ നീരജ് ചോപ്ര ഇന്നിറങ്ങും. രാത്രി 11:15 മത്സരം. പങ്കെടുത്ത എല്ലാ ഡയമണ്ട് ലീഗുകളിലും 1-2 സ്ഥാനങ്ങൾ നേടി 15 പോയിന്റുമായാണ് നീരജ് മത്സരത്തിനിറങ്ങുന്നത്. 2 ദിവസങ്ങളായി സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.